LDF-ൽ നിന്നും മത്സരിക്കാൻ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ അത് അംഗീകരിച്ചില്ല. ഇന്നലെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഇന്നലെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന അവിടെ മത്സരിക്കുന്ന CPM-ലെ ഘടകകക്ഷിയിലെ നേതാക്കന്മാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. അതാണ് എനിക്കുള്ള ഒരു ഉൾഭയം. അതായത് എൻ്റെ പാർട്ടി സ്വാഭാവികമായും എന്നെ പരിഗണിക്കില്ല എന്നത് ഞാൻ അറിയുന്നതിന് മുമ്പ് മറ്റുള്ള പാർട്ടിക്കാർ അറിയുന്നു എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഞാൻ വെക്കുന്നു. അവിടെയാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് ജയിലിൽ കടന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന പരിക്കുകളോട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അറിയാത്ത കാര്യം മറ്റുള്ള പാർട്ടിക്കാർ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയില്ല. എൻ്റെ പാർട്ടിയിലെ ചില ആളുകൾ ഇത്തരത്തിൽ, ഇത് തോമാട്ട് മേഖലയിൽ മാത്രമല്ല, ഇത് വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന സാധാരണ ബൂത്ത് പ്രസിഡന്റുമാരുടെ വികാരമാണ്, വാർഡ് പ്രസിഡന്റുമാരുടെ വികാരമാണ്. ദിവസമുണ്ട്. 3 ദിവസം എന്ന് പറയപ്പെടുന്നത് ചെറിയ ദിവസമല്ല. 3 ദിവസം എന്ന് പറയപ്പെടുന്നത് അത് പാർട്ടിക്ക് തിരുത്താനുള്ള ദിവസമാണ്. ഞാൻ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നതിലാണ്. ഇത് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, മാനന്തവാടി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രവർത്തകർ, സ്വാഭാവിക സഹപ്രവർത്തകർ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ആ ക്രൂശനെയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ എനിക്ക് പരാതിയില്ല. മറ്റു മേഖലയിലേക്ക് ഞാൻ പോയിട്ടില്ല. മറ്റു മേഖലയിൽ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട സീറ്റ് എൻ്റെ നാടാണ്, എൻ്റെ വീടാണ്. എൻ്റെ വീടും നാടും കൂടുന്ന എൻ്റെ ഗ്രാമപ്രദേശത്ത് എന്തെങ്കിലും ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ്. 10 മണിവരെ ആവശ്യപ്പെട്ട സീറ്റുകൾക്ക് കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ DCCക്കകത്ത് പോയി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്നും കൃത്യമായി സ്ഥാനാർത്ഥികളെ വിലയിരുത്തണമെന്നും പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയവരാണോ എന്നതും പൊതു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നത് നിങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ ആ കാര്യങ്ങൾ കൂടി പാർട്ടിക്ക് വേണ്ടി വിജിലൻ്റ് ആവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. അന്ന് KSUവിൻ്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെയുണ്ട്. അവർക്കിന്ന് പരിഗണിച്ചിട്ടുണ്ട്. അവരും ആവശ്യപ്പെട്ട സീറ്റുകൾ വേറെയായിരുന്നു. പക്ഷേ അവരെ പരിഗണിച്ചത്, അവർ ആവശ്യപ്പെട്ട സീറ്റ് അവരെ പരിഗണിക്കുകയാണ്. അവർ മറ്റുള്ള മേഖലയിലേക്ക് മാറിയെങ്കിൽ പോലും ആ മേഖലയാണ് അവർ ആവശ്യപ്പെട്ടത്. എൻ്റെ നാട്ടിൽ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിൽ, എന്നെ വളർത്തിയ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഭക്ഷണം വിളമ്പി തരുമ്പോൾ ഉമ്മ സ്വാഭാവികമായും ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുമെന്ന് കരുതും. ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുന്ന ഒരു സീറ്റുണ്ട്. ആ കസാരയിൽ വെച്ചാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തരാറുള്ളത്. സ്വാഭാവികമായും ആ കസാര എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്ന് പറയപ്പെടുന്നത് എൻ്റെ പാർട്ടി അർഹതപ്പെട്ടത് നമുക്ക് തരുമെന്നൊരു പരിഗണനയാണ്. ആ പരിഗണന ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റാണ്. കൃത്യമായ ഈ മൂവ്മെൻറ്റിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. നേതൃത്വം തിരുത്തണമല്ലോ. കാരണം സെൻറ്റ് മേരീസ് കോളേജിലാണ് എൻ്റെ പഠനം. യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങി. ഷാഫി പറമ്പിലിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയായി 19ാമത്തെ വയസ്സിൽ. പിന്നെ ബഹുമാനിയായ മലപ്പുറം DC പ്രസിഡന്റ് VS ജോയിയുടെ കമ്മിറ്റിക്കകത്ത് 21ാമത്തെ വയസ്സിൽ അന്നും ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പ്രസിഡൻ്റായി തുടർന്ന്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ടും KSUവിൽ മത്സരിക്കാൻ എൻ്റെ പ്രായം പരിധി ഉൾക്കൊണ്ടുകൊള്ളുന്നു. 26-27ാമത്തെ വയസ്സിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി 2 തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം തന്നത് എൻ്റെ പാർട്ടിയാണല്ലോ. സ്വാഭാവികമായി എൻ്റെ പാർട്ടിക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങളുണ്ട്, നാടിന് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ല ഇതിലേക്കൊക്കെ എന്നെ പരിഗണിച്ചത്. അതുകൊണ്ട് പാർട്ടി തിരുത്തും. ആ പാർട്ടി തിരുത്തുമ്പോൾ സ്വാഭാവികമായും മൂവർണ്ണ പതാക പിടിച്ച് ആ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട എൻ്റെ 2 നേതാക്കന്മാരോട് കൈകൂപ്പിയിട്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ പരിഗണിക്കണം, പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയരുത് എന്ന വലിയ ഒരു ക്ഷമാപണം അടക്കം, അല്ല റിക്വസ്റ്റ് അടക്കം ഞാൻ നടത്തിയിട്ടാണ് വന്നത്. സ്വാഭാവികമായും എൻ്റെ പാർട്ടി ഞങ്ങളെ പരിഗണിക്കാതിരിക്കില്ല എന്നൊരു ബോധ്യം ഞങ്ങൾ ഇടനെഞ്ചിനകത്തുണ്ട്. അതായത് നമ്മൾ തുലനം ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ മറ്റുള്ള മേഖലയിൽ പോകുമ്പോൾ പ്രയാസമില്ല. നാട്ടിനകത്ത് മത്സരിക്കുമ്പോൾ ജഷീർ ക്വാളിഫൈഡ് അല്ല, അൺക്വാളിഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന്, എൻ്റെ നാട്ടിൻ പ്രദേശമാണ്, അവിടെ ബസ് വെയിറ്റിംഗ് ഷെഡിനകത്തും കച്ചവട സ്ഥാപനത്തിനകത്തും സാധാരണ കടയ്ക്കകത്തും ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികം അവർക്ക് ചിന്തയുണ്ടാവും, ഈ പയ്യൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ സമരമുഖത്തൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അവനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറവുണ്ട് എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ. സ്വാഭാവികം എന്നോടെങ്കിലും നിനക്ക് അയോഗ്യനാണ്, നിനക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തേക്ക് പോവില്ലായിരുന്നു എന്നതാണ് മുമ്പിലേക്ക് വെക്കാനുള്ളത്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ പേരുകളോട് സമരസപ്പെടാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല. ജീവിതം അവസാനം വരെ, ജീവിതം നമുക്കൊക്കെ ആയുസ്സില്ലാത്ത ജീവിതമാണ്.
അതിൻ്റെ അവസാനം എവിടെ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആൾ കോൺഗ്രസ്സുകാരനായി മരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ഇപ്പോൾ പുതിയ ഭാഷയെ പറഞ്ഞ ഒരു വൈബുണ്ടല്ലോ, ആ വൈബിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഒറ്റ ചോദ്യം കൂടി, അതായത് കഴിഞ്ഞ 4 ദിവസമായി DCC ഓഫീസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് നോമിനേഷൻ കൊടുക്കുക അവസാന തീയതി ഇന്നലെയാണ്, രാത്രി 10 മണിയോട് കൂടിയാണ് പ്രഖ്യാപനം. എന്നിട്ടും ഇപ്പോഴും പാർട്ടി തിരുത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് പാർട്ടി സ്വാഭാവികമായും എൻ്റെ പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പേരിൻ്റെ വിശ്വാസത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ തയ്യാറാകാതെ അവിടെ അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിൽ ലിസ്റ്റുമായി കാതോർക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയത്. സ്വാഭാവികം പാർട്ടിക്ക് തിരുത്താലോ. പാർട്ടി തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിയെ തിരുത്താനുള്ള ഒരു വിധിയാണ് ജനവിധി. ആ ജനവിധിയിൽ മത്സരമായിട്ട് ആ ജനവിധിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് പാർട്ടിക്ക് ക്ഷീണമാകാതിരിക്കണം. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിനുടനീളമുണ്ട്. അവർ തെറ്റിദ്ധരിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ വൈകാരികമായി സംസാരിച്ചത്, ഇത്തരത്തിൽ പറഞ്ഞത്. സ്വാഭാവികമായും 2 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായപ്പോഴും 4 മണി വരെ എന്നെ കാതോർത്തത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളാണ്. മാധ്യമ സുഹൃത്തുക്കളെക്കുറിച്ച് പലതും പറയാൻ പലരും ആഗ്രഹിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയുകയാണ്, വയനാട് ജില്ലയ്ക്കകത്തെ ഈ മാധ്യമ റിപ്പോർട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ, ഈ ക്യാമറമാൻമാർ, ഇവരെന്നോട് പറഞ്ഞത് ജഷീറെ 6 തവണ അല്ലെങ്കിൽ 7 തവണ നീ ആലോചിച്ച് നീ മുന്നോട്ട് പോകണം, നിൻ്റെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർ കാണിച്ച മാന്യത എൻ്റെ പാർട്ടി കാണിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ.